അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ ഒരു നല്ല പഴുത്ത ഒരു കൈതച്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മധുരമൊക്കെയുള്ള സെറ്റപ്പ് സാധനമാണ്. പിന്നെ നമ്മളിവിടെ കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ജ്യൂസോ കാര്യങ്ങളൊന്നുമല്ല. ഇത് വെച്ച് നമ്മൾ നല്ല അടിപൊളി ഒരു ചട്നിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചട്നി എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ എല്ലാവരും വിചാരിക്കും മധുരമുള്ള സംഭവമായിരിക്കുന്നത്. മധുരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു മധുരം വരും. പക്ഷേ അത്യാവശ്യം നല്ല എരിയോട് കൂടിയുള്ള ഒരു ചട്നിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ. ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ഫേഷ്യലൊക്കെ ചെയ്ത് റെഡിയാക്കി ഒന്ന് എടുക്കണം സംഭവം. അപ്പൊ അതൊന്ന് ചെയ്ത് റെഡിയാക്കി നമുക്കിപ്പോൾ വരാം. അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മുടെ പൈനാപ്പിള്, അതായത് നമ്മുടെ കൈതച്ചക്ക എല്ലാം അരിഞ്ഞ് സെറ്റപ്പാക്കി എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സ്ഥിരം കഥാപാത്രമായ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തോട്ട് സ്വല്പം നമ്മുടെ എണ്ണ അടിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇപ്പം നമ്മൾ കുക്കിംഗ് ഓയിലാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പം ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്കുണ്ടല്ലോ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഈ കൈതച്ചക്ക ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ സാധാരണ കൈതച്ചക്ക ചിലപ്പോൾ ഉണ്ടല്ലോ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ എടുക്കത്തില്ലേ, ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് എണ്ണ നമുക്ക് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് നമുക്ക് മുഴുവൻ വേണമെന്നില്ല കേട്ടോ. ഇത്ര ഒരു കൈതച്ചക്ക മുഴുവനൊന്നും വേണ്ട, നമുക്ക് ഒരു 5-6 പീസ് മതി. ഒരുപാടൊക്കെ പഴുക്കാത്തതാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത കാര്യം. ഇത് കുറച്ച് ദിവസമായി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചീനച്ചട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതാണ് നമ്മുടെ പരിപാടി. നമ്മൾ ഇത്ര പീസ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ അംഗങ്ങൾക്ക് അനുസരിച്ച് മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് റെഡിയാക്കി കൊടുക്കാം. നമുക്കതൊന്ന് കാണാം. പൈനാപ്പിൾ അത്യാവശ്യം അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി റെഡി ആയിട്ടുണ്ട്. അധികം നേരമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പം ഇതൊന്ന് തണുപ്പും കൂടെ വേണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ ചില സാധനങ്ങൾ നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ചട്ടിക്കകത്ത് തന്നെ മതി. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ടല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വല്പം എണ്ണ ചേർക്കാം. അഥവാ എണ്ണ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു ശകല എണ്ണ ചേർത്ത് കൊടുക്കുക. ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചില പുകയൊക്കെ പേടിക്കേണ്ടത്. അപ്പം നമ്മളിനി കുറച്ച് ഉഴുന്ന്, അപ്പോൾ അത് നമ്മൾ കഴുകി എടുത്ത് കേട്ടോ. കാര്യം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ചില പൊടികളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുണ്ടല്ലോ അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തീർച്ചയായിട്ടും നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉഴുന്നത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വേറെ 2-3 ഐറ്റങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിയുള്ള വറ്റൽമുളക്. അപ്പോൾ അതൊരു 6 പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഉഴുതിൻ്റെ കൂടെ ആകുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് റെഡിയായി വരും. നമ്മളെ പൈനാപ്പിളിന് അത്യാവശ്യം മധുരമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു 6 എടുത്തത്. നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിന് അധികം മധുരം ഇല്ലെങ്കിൽ കുറയ്ക്കാം കേട്ടോ വറ്റലിൻ്റെ എണ്ണ. അതാ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഒരുപാട് പഴുക്കാത്ത എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും സാധനം. പക്ഷെ നമുക്കിവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് പഴുത്തതേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തുണ്ടല്ലോ നമുക്ക് എന്താ പറയുക, നമുക്ക് കുറച്ച് തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു കപ്പോളുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ചേർത്തിടുക. എല്ലാം കൂടെ ഒന്ന് അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറി റെഡിയാകണം. അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ഉണ്ടെങ്കിലും കറിവേപ്പില ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറിവേപ്പില വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ ടെക്സ്ചർ മാറുന്നത്. അപ്പോൾ ഇനി അധികം നേരമൊന്നും വേണ്ട. നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിയിട്ട് അത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചെടുത്തിട്ടാണ് നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നത്. നമുക്കിനി സ്റ്റവ് നിർത്താം. ഇതിൻ്റെ അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് അരച്ചോണ്ട് വരാം. ഇനി അരയ്ക്കാനായിട്ട് നമുക്ക് സമയമില്ല, അരച്ചോണ്ട് വരാം. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ പരിപ്പല്ല ഉഴുന്നും തേങ്ങയും നമ്മുടെ കൈതച്ചക്ക കാര്യങ്ങളെല്ലാം കൂടെ അരച്ചതേ സംഭവം റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അന്യ ടേസ്റ്റാണ് ഈ സാധനത്തിൽ കേട്ടോ. അപ്പോൾ എരിവ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം മുളക് ചേർക്കാനായിട്ട്. അതായത് നമ്മുടെ കൈതച്ചക്കയുടെ മധുരം അനുസരിച്ച് നമുക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ മധുരമായിട്ട് ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകിന്റെ ആവശ്യം. പിള്ളേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മറ്റെന്താ പറയുന്നത് ചെറിയൊരു മധുരവും ഈ ചപ്പാത്തിയുടെ കൂടെ മറ്റേ ജാമ് പോലൊക്കെ വരുത്തുന്ന കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ എന്തായാലും കൊള്ളാം. കൈതച്ചക്ക നമുക്ക് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് സംഭവം. നമ്മുടെ ചോറിൻ്റെയൊക്കെ നല്ല ചൂട് ചോറിൻ്റെയൊക്കെ ഉണ്ടല്ലോ കിടക്കുക ചെയ്യാം, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അന്യ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും നിർദ്ദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് രൂപത്തിൽ എഴുതുക. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഓൺ ചെയ്ത് വെക്കുക. ഓപ്ഷൻ കൂടെ ഓണാക്കണം. അതെ, അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് ചടപടയിൽ നിന്ന് കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു നല്ല കിടക്കാച്ചി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ എല്ലാവരും തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.